ഹായ് എവരിവൺ, ഐപ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. HSA മലയാളം പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വന്നു. എല്ലാവരും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അല്ലേ? അപ്പോൾ HSA ഹൈസ്കൂൾ വിഭാഗത്തിൽ മലയാളം അധ്യാപകരാകാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു അവസരം, ഒരു സുവർണ അവസരം തന്നെയാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്ന HSA മലയാളം പരീക്ഷ എന്നുള്ളത്. അപ്പോൾ HSA മലയാളം പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം 100 ചോദ്യങ്ങളാണ് മൊത്തം ഉള്ളത്. 20 ചോദ്യങ്ങൾ ഇതിൽ നിന്നാണ്, ജനറൽ പാർട്ടിൽ നിന്നാണ്. ബാക്കി 80 ചോദ്യങ്ങളും മലയാളം സബ്ജക്റ്റിൽ നിന്നാണ് അല്ലേ? നമ്മൾ ഡിഗ്രി PG കാലയളവിൽ പഠിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും നമുക്ക് പഠിക്കാനുള്ളത്. അത്തരത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഏതാണ് ആ ടോപ്പിക്ക്? നോവലാണ്. അപ്പോൾ ഇപ്പോഴുള്ള പരീക്ഷകളിൽ 2024 നമുക്കൊരു പാർട്ട് ടൈം HSA പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമുണ്ട്. എങ്ങനെയാണ് നോവലിൽ നിന്ന് ചോദ്യം വന്നിട്ടുള്ളത്? പ്രധാനപ്പെട്ട നോവലുകൾ, അത് എഴുതിയ വ്യക്തി ആരാണ് എന്ന രീതിയിൽ സിംഗിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. നോവലുകളിലെ കഥാപാത്രങ്ങൾ ഏതാണ്, നോവൽ ഏതാണ് എന്ന രീതിയിൽ വരാം. നോവലിന്റെ തുടക്കം, ഇന്ന രീതിയിൽ തുടങ്ങുന്ന നോവൽ, ഇന്ന അവസാനിക്കുന്ന നോവൽ ഏതാണ്, അങ്ങനെ. ഇപ്പോൾ രവി കുമ്മൻകാവിൽ വന്ന് ബസ് ഇറങ്ങി, ഏതാണ് നോവൽ? രവി ബസ് കാത്തു കിടന്നു, ഏതാണ് നോവൽ? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. പിന്നെ നോവലുകൾ പ്രസിദ്ധീകരിച്ച ഗണമനുസരിച്ച് ശരിയായ ക്രമം, എന്നാണ് ഒരു നോവൽ പ്രസിദ്ധീകരിച്ച, ഏത് വർഷം, അതിനുശേഷം വന്നിട്ടുള്ള നോവൽ ഏതാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അതുപോലെ നോവലിനെ കുറിച്ചിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങളും ചോദ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോവലിനെ കുറിച്ചിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആ നോവലുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള സകല കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന നോവല് ഏതാണ്? മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മളെല്ലാവരും തന്നെ വായിച്ചിട്ടുള്ളതും ഡിഗ്രി PG കാലയളവുകളിലെ പഠിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു നോവലിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്ദുലേഖ. എഴുതിയിരിക്കുന്നത് ആരാണ്? O. ചന്തുമേനോൻ. ഒയ്യാരത്ത് ചന്തുമേനോൻ എഴുതിയ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണയുക്തമായ നോവൽ എന്നുള്ള വിശേഷണങ്ങളുള്ള ഇന്ദുലേഖയെ കുറിച്ച് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ഏതൊരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്തും അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വരുന്നത് എന്നതിനെ പറ്റിയിട്ട് നമുക്കൊരു ധാരണ വേണമല്ലോ. ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണ്, അപ്പൊ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ചിലപ്പോൾ ഡീപ്പായിട്ട് പലതും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ടാകാം, പക്ഷെ നമ്മൾ പഠിക്കില്ല. അപ്പോൾ അത്തരത്തില് ഏതൊരു ടോപ്പിക്ക് ഇത്തരത്തിലുള്ള HSA പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ, എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു പരീക്ഷയ്ക്ക് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെ ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് നോക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഇന്ദുലേഖ എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് എങ്ങനെയൊക്കെ ചോദ്യം വരാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പ്രീവിയസ് ഇയറിലെ ഒരു ചോദ്യം നോക്കാം. കേരളത്തിലെ നമ്പൂതിരി നായർ ബാന്ധവത്തിന്റെ ശവക്കുഴി തോണ്ടിയത് ഇന്ദുലേഖയാണ്. ആരുടെ നിരീക്ഷണം? അപ്പൊ നമ്മൾ ഇന്ദുലേഖ പഠിച്ചു വെക്കും, ഇന്ദുലേഖ എഴുതിയത് ആരാണെന്ന് നമ്മൾ പഠിച്ചു വെക്കും, അതിന്റെ കഥാതന്തു എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കും, കഥാപാത്രങ്ങൾ ഏതാണെന്നും പഠിച്ചു വെക്കും, ചിലപ്പോൾ പ്രസിദ്ധീകരിച്ച വർഷവും പഠിച്ചു വെക്കും. ഇത്രയും പഠിച്ചാൽ കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ അല്ല, ചോദ്യം ഇങ്ങനെയും വരാം. ആ നോവലിനെ കുറിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട പഠനങ്ങൾ പണ്ഡിതാഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ. കേരളത്തിലെ നമ്പൂതിരി നായർ ബാന്ധവത്തിന്റെ ശവക്കുഴി തോണ്ടിയത്, ഇതിന്റെ കീവേഡാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കീവേഡുകൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കണം. നോക്കൂ, നമ്പൂതിരി നായർ ബാന്ധവത്തിന്റെ ശവക്കുഴി തോണ്ടിയത്. ഇത്തരത്തിലെ ഈ നോവലിനെ വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളതാണ്. KM തരകനുണ്ട്, PK ബാലകൃഷ്ണനുണ്ട്, D ബെഞ്ചമിനുണ്ട്, GN പണിക്കരുണ്ട്. ആരാണ് കേരളത്തിലെ നമ്പൂതിരി നായർ ബാന്ധവത്തിന്റെ ശവക്കുഴി തോണ്ടിയത് ഇന്ദുലേഖ നോവലാണ് എന്ന് അഭിപ്രായപ്പെട്ടത്? ഡൗട്ടായിട്ടുണ്ടാകും അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആരാണ് പറഞ്ഞത്, ഈ ചോദ്യത്തിന് ഉത്തരം എന്താണ് എന്നുള്ള കാര്യവും ഇന്നത്തെ ക്ലാസ്സിലൂടെ തന്നെ നമുക്ക് നോക്കാവുന്നതാണ്. നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഇന്ദുലേഖ എന്ന നോവലുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയി എന്തൊക്കെ പഠിക്കണം എന്നതിലേക്ക് കടക്കുകയാണ്. മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്ന O. ചന്തുമേനോനാണ് രചയിതാവ്.
അപ്പോൾ ഒരു പോയിന്റിൽ തന്നെ മറ്റൊരു പോയിന്റും കൂടി ഞാൻ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഇന്ദുലേഖ രചിച്ചിരിക്കുന്നത് ആരാണ്? ഒ ചന്തുമേനോൻ എന്ന ഒയ്യാരത്ത് ചന്തുമേനോനാണ്. ഒ ചന്തുമേനോൻ എന്ന ഒയ്യാരത്ത് ചന്തുമേനോനാണ് ഇന്ദുലേഖയുടെ കർത്താവ്. ഒന്നാമത്തെ പോയിന്റ്. ഒ ചന്തുമേനോനെ ഉള്ള വിശേഷണമാണ് എന്ത്? മലയാളത്തിലെ റിച്ചാർഡ്സൺ. മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ആര്? ഒ ചന്തുമേനോൻ അഥവാ ഒയ്യാരത്ത് ചന്തുമേനോൻ. അദ്ദേഹമാണ് ഇന്ദുലേഖ രചിച്ചിരിക്കുന്നത്. സിമ്പിളായിട്ടും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. നമ്മൾ വിചാരിക്കും ഇത്ര ഈസിയായ ക്വസ്റ്റ്യൻസ് വരാറുണ്ടോ? അങ്ങനെയും HSC പരീക്ഷയ്ക്ക് ചോദ്യം വരാം. മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്ന ഒയ്യാരത്ത് ചന്തുമേനോനാണ് ഇന്ദുലേഖയുടെ രചയിതാവ്. ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചത് 1889 ഡിസംബറിലാണ്. ഇന്ദുലേഖയുടെ പ്രസിദ്ധീകരണം 1889 ഡിസംബറിലാണ്. ഇന്ദുലേഖയ്ക്ക് പ്രചോദനം നൽകിയ നോവലുകൾ. ഒയ്യാരത്ത് ചന്തുമേനോൻ ഇന്ദുലേഖ രചിച്ചു. ഇന്ദുലേഖ രചിക്കാനായിട്ട് അദ്ദേഹത്തെ പ്രചോദിപ്പിച്ച നോവലുകൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണ്. ബീക്കൺസ് ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിൾ. അപ്പൊ ഹെൻറിറ്റ ടെമ്പിൾ എന്നുള്ള വിദേശ കൃതി എഴുതിയിരിക്കുന്നത് ബീക്കൺസ് ഫീൽഡ് ആണ്. ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രജുഡീസ്. 2 കൃതികളാണ് ഇന്ദുലേഖ എഴുതാനായിട്ട് ഒയ്യാരത്ത് ചന്തുമേനോനെ പ്രചോദിപ്പിച്ച നോവലുകൾ. ബീക്കൺസ് ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിളും ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രജുഡീസും. 2 കിട്ടിയെന്ന് കരുതുന്നു. ഇന്ദുലേഖയ്ക്ക് പ്രചോദനം നൽകിയ നോവലുകൾ. ഇനി ഇന്ദുലേഖയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഇന്ദുലേഖ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കഥാപാത്രം. പിന്നെ ഇന്ദുലേഖയെ കല്യാണം കഴിക്കാനായി എത്തുന്ന സൂര്യ നമ്പൂതിരിപ്പാടുണ്ട്. പിന്നെ പഞ്ചുമേനോൻ ഉണ്ട്. മാധവൻ പ്രധാനപ്പെട്ട നായകനായിട്ട് വരുന്ന കഥാപാത്രമാണ് മാധവൻ. ഇന്ദുലേഖ, ഷിന്നൻ എന്നുള്ള കഥാപാത്രം. പക്ഷെ ഇവരാണ് ഇന്ദുലേഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. മലയാളത്തിലെ റിച്ചാർഡ്സൺ എന്നറിയപ്പെടുന്ന ഒ ചന്തുമേനോൻ ഇന്ദുലേഖ എഴുതി. 1889 ഇന്ദുലേഖ പ്രസിദ്ധീകരിച്ചു. ബീക്കൺസ് ഫീൽഡിന്റെ ഹെൻറിറ്റ ടെമ്പിളും ജെയിൻ ഓസ്റ്റിന്റെ പ്രൈഡ് ആൻഡ് പ്രജുഡീസുമാണ് ഇന്ദുലേഖ രചിക്കാനായിട്ട് പ്രചോദനമായിട്ടുള്ള നോവലുകൾ. പ്രധാന കഥാപാത്രം സൂര്യ നമ്പൂതിരിപ്പാട്, പഞ്ചുമേനോൻ, മാധവൻ, ഇന്ദുലേഖ എന്നിവരാണ്. ഇനി ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഇന്ദുലേഖ ആരൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇന്ദുലേഖ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പേരായിരിക്കും എഫ് ഡ്യൂമർഗ് അല്ലെ? ഇന്ദുലേഖ വിവർത്തനം ചെയ്തത് ആരാണ്? എഫ് ഡ്യൂമർഗ് ആണ്. എല്ലാവർക്കും അറിയാം. എഫ് ഡ്യൂമർഗ് മാത്രമാണോ ചെയ്തത് എന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ട് വരും, ഇല്ലേ? അപ്പൊ നോക്കൂ, ഇന്ദുലേഖ വിവർത്തനം ചെയ്തിരിക്കുന്നവർ ആരൊക്കെയാണ്? എഫ് ഡ്യൂമർഗ്, ആർ ലീലാദേവി, അനിത ദേവസ്യ. നോട്ട് ചെയ്യണേ. എഫ് ഡ്യൂമർഗ്, ആർ ലീലാദേവി, അനിത ദേവസ്യ എന്നിവരാണ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. എഫ് ഡ്യൂമർഗും ആർ ലീലാദേവിയും അനിത ദേവസ്യ എന്നിവർ ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള 3 വ്യക്തികളാണ്. 3 പേരുടെ പേരും നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇത് മാത്രമായിരിക്കും ചിലപ്പോ മുൻകാല ക്ലാസ്സുകളിലും നിങ്ങൾക്ക് പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക. ആർ ലീലാദേവിയും അനിത ദേവസ്യ കൂടി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത്. ചോദ്യം വരിക എങ്ങനെയാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ദുലേഖ വിവർത്തനം ചെയ്തിട്ടുള്ളവർ ആരൊക്കെ? എന്നിട്ട് കുറെ പേരുകൾ തരും. എയും ബിയും ശരി, എയും ബിയും സിയും ശരി, എ മാത്രം ശരി. അപ്പൊ ഡ്യൂമർഗ് മാത്രം. അപ്പൊ നമ്മുടെ അറിവിൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അല്ല. എഫ് ഡ്യൂമർഗും ആർ ലീലാദേവിയും അനിത ദേവസ്യയും ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഇന്ദുലേഖയെ കുറിച്ചുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ. കീവേഡ് വെച്ച് പഠിച്ചാൽ നമുക്ക് കിട്ടും. ഇന്ദുലേഖ മഹാകാവ്യമാണ്. ഇന്ദുലേഖ എന്താണ്? ഒരു മഹാകാവ്യമാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഇന്ദുലേഖ ഒരു മഹാകാവ്യമാണ്. നോക്കൂ, AR രാജരാജവർമ്മ, കേരള പാണിനി എന്നറിയപ്പെടുന്ന AR രാജരാജവർമ്മയാണ് ഇന്ദുലേഖ ഒരു മഹാകാവ്യമാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. ഇനി ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ, ഇന്ദുലേഖയിലെ അധ്യായങ്ങളിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് ഇന്ദുലേഖയിലെ 18-ാം അധ്യായം. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിന്റെ കീവേഡുകൾ. 18-ാം അധ്യായത്തെ ശിലാഖണ്ഡം, കഥയുടെ പ്രവാഹത്തെ, ഒഴുക്കിനെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MP പോളാണ്. ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ കഥാപ്രവാഹത്തെ പ്രതിരോധിക്കുന്ന ശിലാഖണ്ഡം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? MP പോളാണ്.
ഇന്ദുലേഖയിലെ 18-ാം അധ്യായത്തെ നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ നേരിട്ടുള്ള ചർച്ച എന്ന് വിശേഷിപ്പിച്ചത് PK ബാലകൃഷ്ണനാണ്. നോക്കൂ, നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ നേരിട്ടുള്ള ചർച്ച. അപ്പൊ 18-ാം അധ്യായത്തെ കുറിച്ചിട്ട് 2 പോയിന്റ് ആണുള്ളത്. 18-ാം അധ്യായത്തെ ശിലാഖണ്ഡം എന്ന് പറഞ്ഞത് ആരാണ്? MP പോളാണ്. നവോത്ഥാനപരമായ കാഴ്ചപ്പാടിന്റെ നേരിട്ടുള്ള ചർച്ച എന്ന് വിശേഷിപ്പിച്ചത് PK ബാലകൃഷ്ണനാണ്. ഇന്ദുലേഖയുടെ ഇംഗ്ലീഷിലുള്ള ചിരിയിൽ ഒരു യുഗപിറവിയുടെ പ്രഭാവകാന്തിയാണുള്ളത്. അപ്പൊ ഇന്ദുലേഖയുടെ ചിരിയെ കുറിച്ചിട്ട് അഭിപ്രായപ്പെട്ടത് തായാട്ട് ശങ്കരനാണ്. കീവേഡ് ഓർത്ത് വയ്ക്കുക. ഇന്ദുലേഖയുടെ 18-ാം അധ്യായം ശിലാഖണ്ഡം എന്ന് പറഞ്ഞത് ആരാണ്? MP പോളാണ്. 18-ാം അധ്യായത്തെ തന്നെ നവോത്ഥാനപരമായ കാഴ്ചപ്പാടിൽ വിലയിരുത്തിയത് PK ബാലകൃഷ്ണനാണ്. ഇന്ദുലേഖയുടെ ചിരി ഇംഗ്ലീഷിലുള്ള ചിരിയാണെന്നും അതൊരു പിറവിയുടെ പ്രഭാവകാന്തി ഉള്ളതാണ് എന്ന് വിലയിരുത്തിയത് തായാട്ട് ശങ്കരനാണ്. ആരാണ് അത്തരത്തിൽ വിലയിരുത്തിയത്? തായാട്ട് ശങ്കരനാണ്. ഇനി അടുത്തത് നോക്കൂ, സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ്. അതാണ് കീവേഡ്. സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് ആരാണ്? M അച്യുതനാണ്. സാക്ഷാൽ മാളികപ്പുറത്തമ്മയാണ് ഇന്ദുലേഖ എന്ന് അഭിപ്രായപ്പെടുന്നത് M അച്യുതനാണ്. ഇനി നമ്പൂതിരിപ്പാട്, സൂര്യ നമ്പൂതിരിപ്പാടിനെയാണ്. സൂര്യ നമ്പൂതിരിപ്പാട് ഒരു കഥാപാത്രമാണ് എന്നതിനേക്കാളേറെ ഒരു കാരിക്കേച്ചറാണ് എന്നും അഭിപ്രായപ്പെടുന്നത് ആരാണ്? M അച്യുതനാണ്. എന്താണ്? നമ്പൂതിരിപ്പാട് ഒരു കഥാപാത്രമാണ് എന്നതിനേക്കാൾ ഏറെ ഒരു കാരിക്കേച്ചറാണ് എന്ന് പറയുന്നത് M അച്യുതൻ. മലയാള സ്ത്രീയെ, ഇത് പലപ്പോഴും പലരും സെറ്റ് നെറ്റ് പരീക്ഷ എഴുതുന്നവരൊക്കെ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ചോദ്യമായിരിക്കാം ഇത്. എന്താണ്? മലയാള സ്ത്രീയെ മധാമവേഷം കെട്ടിച്ചതാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് പറഞ്ഞത് ആരാണ്? CP അച്യുതമേനോനാണ്. മലയാള സ്ത്രീയെ മധാമാവേഷം കെട്ടിച്ചതാണ് ചന്തുമേനോന്റെ ഇന്ദുലേഖ എന്ന് പറഞ്ഞത് CP അച്യുതമേനോനാണ്. യൂറോപ്യൻ നാച്ചുറലിസത്തിന്റെ താവഴിയിൽ പിറന്ന നോവലാണ് ഇന്ദുലേഖ. യൂറോപ്യൻ നാച്ചുറലിസത്തിന്റെ താവഴിയിൽ പിറന്ന നോവലാണ് ഇന്ദുലേഖ. ആരാണ്? കൽപ്പറ്റ ബാലകൃഷ്ണൻ. അപ്പൊ മാളികപ്പുറത്തമ്മയാണെന്ന് പറഞ്ഞത് M അച്യുതനാണ്. സൂര്യ നമ്പൂതിരിപ്പാട് ഒരു കാരിക്കേച്ചർ ആണ് എന്ന് പറഞ്ഞത് M അച്യുതനാണ്. മധാമവേഷം കെട്ടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞത് CP അച്യുതമേനോനാണ്. വിദ്യാവിനോദിനിയുടെ പത്രാധിപനായിട്ടുള്ള CP അച്യുതമേനോൻ. യൂറോപ്യൻ നാച്ചുറലിസത്തിന്റെ താവഴിയിൽ പിറന്ന നോവലാണ് എന്ന് പറയുന്നത് കൽപ്പറ്റ ബാലകൃഷ്ണനാണ്. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കും കൂട്ടുകുടുംബത്തിൽ നിന്ന് ന്യൂക്ലിയർ കുടുംബത്തിലേക്കും മാറുന്ന സാമൂഹിക വ്യവസ്ഥകളുടെ തുടക്കം കുറിക്കുന്ന കൃതിയാണ് ഇന്ദുലേഖ എന്ന് പറഞ്ഞതും കൽപ്പറ്റ ബാലകൃഷ്ണനാണ്. അപ്പൊ അദ്ദേഹത്തിന് 2 പോയിന്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. യൂറോപ്യൻ നാച്ചുറലിസത്തിന്റെ താവഴിയിൽ പിറന്ന നോവലാണ് എന്ന് പറയുന്നത് കൽപ്പറ്റ ബാലകൃഷ്ണനാണ്. ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്കും കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബത്തിലേക്കും മാറുന്ന ഒരു കാഴ്ചപ്പാട് നമുക്ക് കാണാവുന്ന നോവലാണ് എന്നും പറഞ്ഞതും ആരാണ്? കൽപ്പറ്റ ബാലകൃഷ്ണനാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതാഭിപ്രായങ്ങളിലെ ഒരു സെക്ഷൻ കഴിഞ്ഞു. സമുദായ ശരീരത്തിലെ ജീർണിച്ച ഭാഗങ്ങളെ ഛേദിച്ചു കളയാൻ. സമുദായത്തിലെ ഒരുപാട് അനാചാരങ്ങളും മറ്റും നിലനിൽക്കുന്നുണ്ട്. അതിനെയാണ് ജീർണിച്ച ഭാഗങ്ങൾ എന്നതുകൊണ്ട് വിലയിരുത്തിയിരിക്കുന്നത്. അതിനെ ഛേദിച്ചു കളയാൻ വേണ്ടി തേച്ചു മൂർച്ച കൂട്ടി ചന്തുമേനോൻ ഒരുക്കിയ അസ്ത്രമാണ് സൂര്യ നമ്പൂതിരിപ്പാട്. അതായത് സമുദായത്തിലുള്ള ജീർണിച്ച ഭാഗങ്ങൾ. ഇപ്പൊ സൂര്യ നമ്പൂതിരിപ്പാട് എന്താണ്? അത്രയും വയസ്സായിട്ടുള്ള ഒരു കഥാപാത്രം ഇന്ദുലേഖയെ കല്യാണം കഴിക്കാനായിട്ട് വരികയാണ്. അന്നത്തെ കൾച്ചർ അതാണ്. എന്താണ്? ഒരു നമ്പൂതിരി നായർ ബാന്ധവം അതിൽ കാണുന്നുണ്ട്. അതിനെ എന്താണ് ഒരുക്കിയ, അതിനെയൊക്കെ ഛേദിച്ചു കളയാൻ ഒരുക്കിയ അസ്ത്രമാണ് എന്ന് പറഞ്ഞത് ആരാണ്? MR ചന്ദ്രശേഖരനാണ്. ഈ ചന്തുമേനോൻ ഒരുക്കിയ അസ്ത്രമായിട്ട് വിലയിരുത്തുന്നത് സൂര്യ നമ്പൂതിരിപ്പാടിനെയാണ് എന്നതുകൂടി നോക്കണം. ഇന്ദുലേഖ അന്ന് ഞാൻ വായിച്ചിരുന്നില്ല എന്നല്ല, സംബന്ധ സമ്പ്രദായത്തിന്റെ തൊലിയുരിയുന്ന അത്തരത്തിലൊരു പ്രബന്ധം എഴുതപ്പെടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത് നോക്കണേ, ഇത് സെറ്റ് ചോദ്യപേപ്പറിൽ ഒരു വട്ടം വന്നിട്ടുള്ള ചോദ്യമാണ്. HSIക്ക് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നോക്കൂ, ഇന്ദുലേഖ അന്ന് ഞാൻ വായിച്ചിരുന്നില്ല എന്നല്ല, സംബന്ധ സമ്പ്രദായത്തിന്റെ ഉരിയുന്ന അത്തരം ഒരു പ്രബന്ധം എഴുതപ്പെടുമെന്ന് പോലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് പറഞ്ഞത് നമ്മുടെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്കൊക്കെ എഴുതിയ VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും. കണ്ണീരും കിനാവും എന്ന് പറയുന്ന VTയുടെ ആത്മകഥയിലാണ് ഇന്ദുലേഖയെ കുറിച്ച് ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു.
സൂര്യ എന്ന പരിഹാസ കഥാപാത്രം യഥാർത്ഥ സാമൂഹിക പ്രശ്നത്തിൽ നിന്ന് ചന്തുമേനോനെ ഏറെ ദൂരം വഴിതെറ്റിച്ച് തോൽപ്പിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞത് എം അച്യുതനാണ്. നോവൽ പ്രശ്നങ്ങളും പഠനങ്ങളും എന്ന കൃതിയിലൂടെയാണ് അദ്ദേഹം ആ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. സൂര്യ എന്ന പരിഹാസ പാത്രം യഥാർത്ഥ സാമൂഹിക പ്രശ്നത്തിൽ നിന്ന് ചന്തുമേനോനെ ഏറെ ദൂരം വഴിതെറ്റിച്ച് തോൽപ്പിച്ചു കളഞ്ഞു എന്ന് അഭിപ്രായപ്പെടുന്നത് എം അച്യുതനാണ്. അപ്പോൾ പ്രധാനപ്പെട്ട 3 അഭിപ്രായങ്ങളാണ് ഇവിടെയും നമ്മൾ പഠിച്ചത്. അപ്പൊ ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പണ്ഡിതാഭിപ്രായങ്ങൾ നമ്മൾ നോക്കൂ. അടുത്തത് നോക്കൂ. ഇന്ദുലേഖയിലെ ശിന്നൻ എന്നുള്ള കഥാപാത്രം. അടുത്തത് നോക്കുന്നത് ഏതാണ്? ഇന്ദുലേഖയിലെ ശിന്നൻ എന്നുള്ള കഥാപാത്രം കുമാരനാശാൻ മുതൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വരെയുള്ള പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞത് പോഞ്ഞിക്കര റാഫിയാണ്. ഇന്ദുലേഖയിലെ ശിന്നൻ എന്ന കഥാപാത്രം കുമാരനാശാൻ മുതൽ ദേശാഭിമാനി രാമകൃഷ്ണ പിള്ള വരെയുള്ള പുതിയ തലമുറയുടെ പ്രതിനിധിയാണ് എന്ന് പറഞ്ഞത് പോഞ്ഞിക്കര റാഫിയാണ്. താക്കറയുടെ വാനിറ്റി ഫയർ കൃതിയാണ്. താക്കറയുടെ വാനിറ്റി ഫയർ പോലെ ഇന്ദുലേഖയും നായകനില്ലാത്ത നോവലാണ്. മാധവനെ അവിടെ നായകനല്ല എന്ന് തന്നെയാണ് പറയുന്നത്. താക്കറയുടെ വാനിറ്റി ഫയർ പോലെ ഇന്ദുലേഖയും നായകനില്ലാത്ത നോവലാണ് എന്ന് പറഞ്ഞത് ആരാണ്? സഞ്ജയനാണ്. അദ്ദേഹം ഏത് കൃതിയിലൂടെയാണ്? സഞ്ജയന്റെ പേരെന്താ? എം.ആർ. നായർ. അദ്ദേഹമാണ് അഭിപ്രായപ്പെട്ടത്. അദ്ദേഹത്തിന്റെ സാഹിത്യ നികക്ഷത്തിലാണ് ഈ ഒരു അഭിപ്രായം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ലേ? ഇതും എന്താണ്? സെറ്റിനും അതുപോലെ തന്നെ നെറ്റ് പരീക്ഷയ്ക്കും ഒരുപോലെ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കാലം ഉണ്ടായിരുന്നില്ല, അവൾക്ക് വാർദ്ധക്യവുമില്ല, അവർക്ക് എന്നും താരുണ്യമാണ്, അവരുടെ 3ാമത്തെ പേര് ശ്രീമതി യുവതി എന്നാണ്. ഈ അഭിപ്രായവും മുന്നോട്ട് വെക്കുന്നത് എം.ആർ. നായർ അഥവാ സഞ്ജയനാണ്. അപ്പൊ സഞ്ജയന്റെ 2 പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ, ഇന്ദുലേഖ നായകനില്ലാത്ത നോവലാണ് എന്ന് പറഞ്ഞതും ഇന്ദുലേഖയ്ക്ക് കുട്ടിക്കാലമില്ല, വാർദ്ധക്യമില്ല, അവളുടെ 3ാമത്തെ പേര് ശ്രീമതി യുവതിയാണ് എന്നും പറഞ്ഞതും ആരാണ്? സഞ്ജയനാണ്. എം.ആർ. നായർ എന്നറിയപ്പെടുന്ന സഞ്ജയനാണ് വെച്ചത്. അപ്പോൾ പ്രധാനപ്പെട്ട ഇന്ദുലേഖയുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ നമ്പൂതിരി നായർ ബാന്ധവത്തിന്റെ ശവക്കുഴി തോണ്ടിയത് ഇന്ദുലേഖയാണ്. ആരുടെ നിരീക്ഷണമാണത്? നമ്മൾ പഠിച്ചു അല്ലേ? ആരുടെ നിരീക്ഷണമായിരുന്നു അത്? അത് P.K. ബാലകൃഷ്ണന്റെ നിരീക്ഷണമായിരുന്നു. ആരുടെ നിരീക്ഷണമായിരുന്നു? P.K. ബാലകൃഷ്ണന്റെ നിരീക്ഷണമായിരുന്നു. അപ്പൊ എക്സാം ഓറിയന്റഡ് ആയിട്ട് ഇത്തരത്തിൽ വരുന്ന ചോദ്യങ്ങള് കീവേഡ് വെച്ച് പഠിക്കണം. ശവക്കുഴി തോണ്ടിയത് ആരാണ്? P.K. ബാലകൃഷ്ണനാണ്. അത്തരത്തിലുള്ളൊരു കീവേഡ് വെച്ച് പഠിക്കുകയാണ് എങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എളുപ്പത്തിൽ നമുക്ക് കിട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ദുലേഖ എന്ന നോവലുമായി ബന്ധപ്പെട്ടിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. പ്രീവിയസ് ഇയറിലെ ഒരു ക്വസ്റ്റിനെ മുൻനിർത്തി എപ്രകാരമാണ് ചോദ്യം വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ HSA മലയാളത്തിൻ്റെ കോഴ്സ് I+ൽ റെഡിയാണ്. മോക്ക് ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. എപ്രകാരമാണോ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വരുന്നത് അതേ രീതിയിലാണ് നമ്മൾ കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രീവിയസ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സും ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള നോട്ടുകളും മോക്ക് ടെസ്റ്റുകളും മെഗാ ടെസ്റ്റുകളും എല്ലാം തന്നെ PSC ഓറിയന്റഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കോഴ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ മുമ്പിലുള്ള ഒരു സുവർണ അവസരമാണ് HSA മലയാളം എന്നുള്ളത്. ഹൈസ്കൂളിൽ അധ്യാപകരാകുക എന്ന സ്വപ്നം മുന്നിൽ വെച്ചിരിക്കുന്നവർക്ക് ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വൺസ് അഗെയിൻ താങ്ക് യു ടു ഓൾ.